ഡൽഹിയിൽ നിന്ന് ഡി ധനസുമോദ് കൂടി എന്നോടൊപ്പം. ധനസുമോദ്, ഇവിടെ നിന്നുള്ള പേര് അവിടെ വന്നോ? പേര് ഔദ്യോഗികമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എങ്കിലും പോലും കെ സി വേണുഗോപാലിനോട് ഇക്കാര്യം അനൌദ്യോഗികമായിട്ട് തന്നെ ചർച്ചയ്ക്കിടയിൽ തന്നെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു. ആദ്യം ആര്യാടൻ ഷൌക്കത്ത് എന്ന പേരിലേക്ക് തന്നെ രാവിലെ എത്തിച്ചേർന്നെങ്കിൽ പോലും പിന്നീട് ഈ അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾ, ഇതുകൂടാതെ നേരത്തെ വി പ്രകാശിന്റെ കുടുംബത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങിയവയാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് മാറിയത്. പക്ഷേ PV അൻവർ ആദ്യഘട്ടത്തിൽ നേതാക്കന്മാർക്ക് ഉറപ്പ് നൽകിയിരുന്നത് ഏത് നേതാവ് വേണേലും വരട്ടെ, UDF സ്ഥാനാർത്ഥിയായാൽ മതി, അത് പിന്തുണ നൽകാം എന്നുള്ളതാണ്. പക്ഷേ തുടർച്ചയായി PV അൻവർ ഇങ്ങനെ വാക്ക് മാറുന്നത് ഇനി എത്രത്തോളം അൻവറിനെ വിശ്വസിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ആശങ്ക തന്നെയായിരുന്നു നേതാക്കന്മാർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ഒരു വ്യക്തിപരമായ ഈഗോ എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു പാർട്ടി ഈഗോയെ മുറിവേൽപ്പിക്കുകയാണ് PV അൻവർ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അൻവറിന്റെ ഒരു വികാരത്തിന്, അൻവറിന്റെ ഒരു സമ്മർദ്ദത്തിന് കീഴ്പ്പെടേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അത് ഷൌക്കത്തിലേക്ക് തന്നെ, ആര്യടൻ ഷൌക്കത്തിലേക്ക് തന്നെ പേര് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത്. ഇത് ഉടൻ തന്നെ ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. കാര്യം ഇപ്പോൾ KPCC പ്രസിഡന്റ്, മറ്റു ഭാരവാഹികൾ ജയ് ഹിന്ദ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഇരിക്കുകയാണ്. അവർ ആ പ്രോഗ്രാമിൽ പോയതിനു ശേഷം അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രോഗ്രാം തീർത്തതിന് ശേഷം ഒന്നുകൂടി ഈ പേര് അയക്കാൻ വേണ്ടി മാത്രമായി ഒന്ന് ഔദ്യോഗികമായി തന്നെ ഇരിക്കും. അതിനുശേഷം ഹൈക്കമാൻഡിലേക്ക് ഈ പേര് അയക്കും. ഈ പേര് വരുന്നതോടുകൂടി തന്നെ ഉടൻ തന്നെ ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ധനസുമോദ് ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് PV അൻവർ UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയെയും പിന്തുണയ്ക്കുമെന്ന് പലവട്ടം പറഞ്ഞ PV അൻവർ ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് അനാവശ്യമായ ഒരു വിവാദവും സമ്മർദ്ദവും ഉണ്ടാക്കി പാർട്ടിയുടെ ഒരു സാധ്യതയെ കെടുത്താൻ ശ്രമിക്കുകയും വെല്ലുവിളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നേരത്തെ ധനസുമോദിന്റെ വാക്കു പറഞ്ഞാൽ ഒരു പാർട്ടി ഈഗോയെ അദ്ദേഹം ഡിസ്റ്റർബ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വഴങ്ങി കൊടുക്കേണ്ടതില്ല. ഇപ്പോൾ പ്രശ്നമുണ്ടാക്കുന്ന അൻവർ നാളെ എപ്പോഴും പ്രശ്നമുണ്ടാക്കാം. അങ്ങനെ ഒരാൾക്ക് വേണ്ടി സമ്പൂർണ്ണമായി വഴങ്ങേണ്ട പാർട്ടിയല്ല കോൺഗ്രസ് എന്ന പൊതുവികാരത്തിലേക്ക് എത്തുകയും അൻവർ അവസാന നിമിഷം ഉണ്ടാക്കിയ ഒരു സമ്മർദ്ദം അദ്ദേഹത്തിന് തിരിച്ചടിക്കുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. ഒരു പാർട്ടി ഒരു പ്രധാനപ്പെട്ട കക്ഷിയുമായി നടത്തുന്ന ഡീലിൽ എന്തുമാത്രം പ്രൊഫഷണൽ അല്ലാത്ത വഴികൾ അൻവർ തേടുന്നുവോ ആ സാധ്യതകളെല്ലാം, അല്ലെങ്കിൽ ആ വഴികളെല്ലാം തിരിച്ചടിക്കുന്നതിന്റെ കാഴ്ച കാണുന്നു. PV അൻവറിനെ പരിധിയിൽ കവിഞ്ഞ് പരിഗണിക്കേണ്ടതില്ല. അൻവർ എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ തീരുമാനിച്ച തീരുമാനം നിലനിർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്, അത് പാർട്ടി അഭിമാനത്തിന്റെ ഭാഗമാണെന്ന് പൊതുവായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നതിന്റെ കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ആര്യാടൻ ഷൌക്കത്തിന്റെ പേര് ഇന്ന് 1 മണിക്കൂറിനകം തന്നെ പുറത്തു വന്നേക്കാം. AICCയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫോർമാലിറ്റീസിന്റെ തടസ്സമില്ല. ധനസുമോദ് പറയും പ്രകാരമാണെങ്കിൽ ജയ് ഹിന്ദ് പരിപാടി അവിടെ നടക്കുകയാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടി ഇരുന്ന് ഔദ്യോഗികമായി കത്തായി പേര് ഡൽഹിയിൽ അറിയിക്കുന്നു. അവിടെ നിന്ന് ഈ KC വേണുഗോപാലിന്റെ ഒപ്പോടുകൂടി ഇത് പുറത്തു വരികയും ചെയ്യുന്നു. അപ്പോൾ ഇനി വളരെ കുറച്ച് സമയം കൂടി മാത്രമേ ഉള്ളൂ. ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ എന്തായാലും പ്രഖ്യാപിക്കുമെന്ന് വാക്കുപാലിക്കാൻ കോൺഗ്രസിന് കഴിയുന്നു എന്നത് അങ്ങനെയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അൻവറിനെ സംബന്ധിച്ച് അൻവർ അവസാന നിമിഷം ഉണ്ടാക്കിയ ഈ സമ്മർദ്ദം പൂർണ്ണമായും തിരിച്ചടിക്കുകയാണ്. ഒരു നിലയ്ക്കും അത് വകവെക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു. അതിൽ തന്നെ PC വിശ്വനാഥിന്റെയും ഷാഫി പറമ്പിന്റെയും VD സതീശന്റെയും അടക്കം നിലപാടുകൾ വളരെ പ്രധാനമാവുകയും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള സഖ്യകക്ഷി നേതാക്കൾ അതിനെ പൂർണ്ണതോതിൽ അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷബീർ ഒമർ ഒരിക്കൽ കൂടി എൻ്റെ കൂടെ ഉണ്ട്. ഷബീർ, എന്താണ് നമുക്കിപ്പോൾ ഈ അൻവറിന്റെ കാര്യത്തിൽ അൻവർ അവസാന നിമിഷം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു ശരി ഒരിക്കൽ കൂടി ഞാൻ വരാം. അതിന് ഷുക്കൂർ, ഈ പ്രഖ്യാപനത്തിന് എത്ര സമയം ഇനി കാത്തിരിക്കണം? പൂർണ്ണമായും നമ്മൾ ഉറപ്പിച്ചോ ഇത്? നിഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒറ്റ പേരുള്ള പട്ടിക ഹൈക്കമാൻഡിന് കേരളത്തിലെ PCC നേതൃത്വം കൈമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആര്യാടൻ ഷൌക്കത്ത് എന്ന ഒരൊറ്റ പേരുള്ള പട്ടിക നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി PCC നേതൃത്വത്തിന്റെ യോഗത്തിന് ശേഷം ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നു. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നിമിഷത്തിലെ വാർത്തയാണ്. ഇതിന്റെ പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും ഡൽഹിയിൽ നിന്നാണ് വരേണ്ടത്. അക്കാര്യത്തിൽ ഇതിന്റെ ആശയക്കുഴപ്പത്തിന് ഒരു ഇടയുമില്ല. അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക ഒരു വാർത്താക്കുറിപ്പ് മാത്രം ഡൽഹിയിൽ നിന്ന് മതിയാകും. ഈ തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നു. ശരി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ ഒറ്റ പേര് അറിയിച്ചിരിക്കുകയാണ്. ആ നിലയ്ക്കുള്ള എല്ലാ ആശയക്കുഴപ്പത്തിന്റെയും അവ്യക്തതകളുടെയും സങ്കീർണാവസ്ഥയുടെയും ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഒറ്റ പേരുമായി മുന്നോട്ട് പോകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണ്. അസല നോക്കൂ, ഇതിനകത്ത് ധനസുമോദ് പറയുന്നൊരു കാര്യം പ്രധാനമാണ്. അതായത് UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയും കൂടെ നിൽക്കുമെന്ന് പറയുക, എന്നിട്ടൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അലമ്പുണ്ടാക്കുക, വിയോജിപ്പ് രേഖപ്പെടുത്തുക, സമ്മർദ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഭയപ്പാടുണ്ടാക്കുക, മൊത്തം മുന്നണിയുടെ കെട്ടുറപ്പിനെയും സാധ്യതകളെയും കെടുത്തുന്ന തരത്തിൽ അൺപ്രൊഫഷണലായി ബിഹേവ് ചെയ്യുക. അതിനോട് വഴങ്ങിയാൽ എപ്പോഴും വഴങ്ങേണ്ടി വരും. അൻവറിനെ സംബന്ധിച്ച് അൻവർ ഇന്നെടുത്ത പ്ലേ കുറച്ച് കടന്നുപോയി.
തീർച്ചയായും കടന്നുപോയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് ഏതെങ്കിലും നേതാക്കളോട് വിളിച്ച് സമ്മർദ്ദപ്പെടുത്തിയതല്ല, പകരം മാധ്യമങ്ങളോടാണ് ഇക്കാര്യത്തിൽ ആദ്യമായിട്ട് അറിയിക്കുന്നത്. അത് ആര്യാടൻ ഷൗക്കത്ത് വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥി അല്ലെന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല എല്ലാ വിഭാഗത്തിനും ഒരു കടത്തിക്കൊണ്ട് ക്രൈസ്തവ സ്ഥാനാർത്ഥി വേണമെന്ന് ഒരു മാധ്യമത്തിൽ പറയുന്നുണ്ട്. അതായത് അത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ പെട്ടെന്ന് തന്നെ നടത്തി വളരെ ഒരു പോസിറ്റീവായ വൈബോട് കൂടി തുടങ്ങാമെന്നാണ് UDF ആലോചിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരം ഒരു ഇത് വരുന്നത്. സ്വാഭാവികമായിട്ടും സ്ഥാനാർത്ഥി നിർണ്ണയം ഒരുപക്ഷെ ഇത്രയും വരെ വൈകിയത് തന്നെ ഒരുപക്ഷെ ആ ആശയക്കുഴപ്പത്തിനെ എങ്ങനെ പരിഹരിക്കണോ വേണ്ടയോ എന്ന ഘട്ടത്തിലായിരിക്കും. സ്വാഭാവികമായിട്ടും UDFന് വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് UDFന്റെ സാധ്യതകൾ, വിജയ സാധ്യതകളെ പോലും ഏതോ അർത്ഥത്തിൽ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് PV അൻവർ മാറി എന്ന കാര്യത്തിൽ UDF നേതാക്കൾക്ക് വലിയ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പിന്നെ UDF ഇനി വേറെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു കടുത്ത അതൃപ്തി ഇക്കാര്യത്തിലുണ്ട്. മാത്രമല്ല ഒരു സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തി എന്ന കാര്യത്തിൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഘട്ടത്തിൽ നിന്നും വീണ്ടും ഒരു അനിശ്ചിതത്തിലേക്ക് അല്ലെങ്കിൽ അനിശ്ചിത ചർച്ചകളെങ്കിലും രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അൻവറിന്റെ പിന്നെ പ്രസ്താവന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പ്രതികരണം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം പിന്നെ നമുക്കൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, ആദ്യഘട്ടത്തിൽ PV അൻവറിന്റെ UDF പ്രവേശനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ UDF നേതാക്കൾ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നിൽ പോകുന്ന CPM എന്ന് പറയുന്ന പാർട്ടി നേതൃത്വം നൽകുന്ന LDFൽ വെല്ലുവിളിച്ചുകൊണ്ട് വന്ന ഒരു ആളാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ UDFലേക്ക് എടുക്കുമ്പോൾ പലതവണ ആലോചിച്ചുകൊണ്ട് എടുക്കണം. കാരണം ആ സിസ്റ്റത്തെ പെട്ടെന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ PV അൻവറിനെ പോലുള്ള ആൾ സാധിക്കും. അന്ന് UDF നേതാക്കൾ ഉയർത്തിയ നിരീക്ഷണം അദ്ദേഹത്തിന് തന്നെ വളരെ മുൻകൈയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വലിയ പ്രധാനപ്പെട്ട ഫാക്ടറായി പ്രവർത്തിക്കാൻ പറ്റുന്ന ആ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു എന്നുള്ളത് സ്വാഭാവികമായിട്ടും UDF നേതാക്കളുടെ ഒരു ആദ്യഘട്ടത്തിൽ വിശകലനങ്ങൾ ശരിയാണെന്ന് തെളിയിക്കേണ്ടി വരും. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു പ്രൊഫഷണൽ അല്ലാത്ത രീതിയിൽ കുറച്ച് കടന്നു പോയ രീതിയിൽ PV അൻവർ പെരുമാറി എന്ന് പറയേണ്ടി വരും. ഇനി 6 മണിക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് സ്വകാര്യ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുന്നത്. 6 മണിക്ക് അദ്ദേഹം എന്ത് പ്രതികരിക്കും? അതിനു മുമ്പ് സ്ഥാനാർത്ഥി വന്നാലും വന്നില്ലെങ്കിൽ എന്ത് പ്രതികരിക്കും? എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വൈകാതെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അതിനുശേഷം എന്ത് പ്രതികരിക്കും? ഇനി അഥവാ പ്രതികരിച്ചാൽ തരം ഇതുവരെ ഉണ്ടായ പ്രതികരണങ്ങൾ, അതായത് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി അല്ല എന്ന രീതിയിൽ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം നടത്തിയ തീരുമാനങ്ങൾ അന്തംഘട്ട തീരുമാനത്തിലേക്ക് പോകുന്നതിൽ അദ്ദേഹം കടന്നുള്ള വാക്കുകൾ BJP ഇല്ലാതിരിക്കുക, ആ സ്ഥാനാർത്ഥി ആ വോട്ടുകൾ പിടിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന തരത്തിലുള്ള സൂചന, ഈ കാര്യങ്ങളൊക്കെ അതെന്തായാലും LDFന്റെ കയ്യിൽ നല്ലൊരു ആയുധമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല.